ഹലോ കൂട്ടുകാരെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം എന്ന് പറയുന്നത് സാലറി അഡ്വാൻസും സാലറി പേയബിളും എങ്ങനെ നമ്മൾ ടാലിയിൽ എൻട്രി ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു ജേണൽ എൻട്രി പാസ്സാക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ചെറിയൊരു കഥ പോലെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് പറയാം. ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അദ്ദേഹത്തിന് ആ സാലറി ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് 2 രീതിയിലാവും. ക്യാഷ് ആയിട്ടും കിട്ടാം, അല്ലെങ്കിൽ ബാങ്ക് വഴിയും കിട്ടാം. ഓക്കെ, അദ്ദേഹത്തിന് കിട്ടുന്നത് എല്ലാ മാസവും 13th 31st അങ്ങനെ ഇരിക്കെ ഒരു മാസം, അതായത് ഉദാഹരണം ഒരു ജനുവരി എടുക്കാം നമുക്ക്. ജനുവരി 15 അദ്ദേഹത്തിന് ആ എംപ്ലോയിക്ക് ക്യാഷിന് അത്യാവശ്യം വന്നതുകൊണ്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു 2,000 രൂപ അദ്ദേഹം കടം വാങ്ങി എന്നല്ല, സാലറി അഡ്വാൻസ് ആയിട്ട് വാങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാലറി 10,000 രൂപയാണ്. 2,000 രൂപ അദ്ദേഹം സാലറി ആയിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങി. അങ്ങനെയാണെങ്കിൽ അവിടെ പാസ്സാക്കുന്ന ജേണൽ എൻട്രി എന്താണ്? നമുക്കറിയാം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ ക്യാഷ് കുറഞ്ഞു അല്ലേ. 2,000 രൂപ എംപ്ലോയിക്ക് കൊടുത്തപ്പോൾ ക്യാഷ് കുറഞ്ഞു. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, ക്യാഷ്. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് പോയിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്? സാലറി അഡ്വാൻസ് ആയിട്ട് പോയി, അല്ലെങ്കിൽ എംപ്ലോയിക്ക് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും? സാലറി അഡ്വാൻസിനെ ഡെബിറ്റ് ചെയ്യും. സാലറി അഡ്വാൻസ് അക്കൗണ്ട് ഡേറ്റോ ടു ക്യാഷ്. എന്തുകൊണ്ടാണ് സാലറി അഡ്വാൻസിനെ ഡെബിറ്റ് ചെയ്തത്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ എക്സ്പെൻസ് ഇവിടെ ബിസിനസ് സ്ഥാപനം മുൻകൂട്ടി കൊടുത്തു, സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഒരു എക്സ്പെൻസിനെ ബിസിനസ് മുന്നേ കൊടുക്കുമ്പോൾ അതെന്തായി? ഒരു കറണ്ട് അസറ്റായി, ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസായി, അതൊരു കറണ്ട് അസറ്റായി. അതുകൊണ്ടാണ് സാലറി അഡ്വാൻസിനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാലറി അഡ്വാൻസ് അക്കൗണ്ട് ടു ക്യാഷ്. ഇനി എല്ലാ മാസം 30-ാം തീയതിയാണ് അദ്ദേഹത്തിന് സാലറി കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഇദ്ദേഹത്തിന് സാലറി കിട്ടിയില്ല. അപ്പോൾ ബിസിനസ് ഇദ്ദേഹത്തിന് സാലറി കൊടുക്കണം. അപ്പോൾ അതെന്തായി? സാലറി പേയബിളായി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എങ്ങനെ വരും? അവിടെ നമ്മളൊരു കാര്യം മറക്കരുത്, നേരത്തെ ഇദ്ദേഹത്തിന് സാലറി അഡ്വാൻസ് കൊടുത്തിരുന്നു. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? സാലറി അക്കൗണ്ട് ടു ക്യാഷ്. പക്ഷേ ഇവിടെ സാലറി കൊടുത്തോ? ഇല്ല. അപ്പോൾ എങ്ങനെ വരും? സാലറി അക്കൗണ്ട് ടു സാലറി പേയബിൾ അല്ലേ? സാലറി അക്കൗണ്ട് ടു സാലറി പേയബിൾ. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, അദ്ദേഹം അഡ്വാൻസ് വാങ്ങി. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സാലറി അക്കൗണ്ട് ടു അഡ്വാൻസ് സാലറി ടു സാലറി പേയബിൾ. സാലറി 10,000 ടു അഡ്വാൻസ് 2,000 ടു സാലറി പേയബിൾ 8,000. ഇതാണ്